വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റിയും മൊളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡയലൂഷൻ പഠിച്ചു. പിന്നെ വേരിയേഷൻ ഓഫ് മൊളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡയലൂഷൻ ഇൻ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റും പഠിച്ചു. അഡിബെ-ഹെക്കൽ ഓൺസാഗർ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആ രണ്ട് ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ സ്ട്രോങ്ങിന്റെ കേസിലും വീക്കിന്റെ കേസിലും മൊളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ പറഞ്ഞു. അങ്ങനെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, അവിടെ ഒരു ഇലക്ട്രോലൈറ്റിന്റെ, അത് പ്രത്യേകിച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 0 ആവുക അഥവാ ഇൻഫൈനൈറ്റ് ഡയലൂഷൻ എത്തിയാൽ അപ്പോഴുള്ള മൊളാർ കണ്ടക്ടിവിറ്റിയുടെ പേരാണ് ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി. ദാറ്റ് ഈസ് മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ റീച്ചസ് നിയർലി 0. ഇനി അത്തരം ഇൻഫൈനൈറ്റ് ഡയലൂഷന്റെ കേസിൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ മൊളാർ കണ്ടക്ടിവിറ്റിയുടെ സ്വാധീനം എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു നിയമമാണ് കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോലൈറ്റിലെ രണ്ട് അയോൺ അഥവാ കാറ്റയോൺസും ആനയോൺസും പരസ്പരം സ്വതന്ത്രരാവുക എപ്പോൾ ഇൻഫിനിറ്റ് ഡയലൂഷൻ. എങ്ങനെയാണ് ആ അവസ്ഥ നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ എടുക്കാം. സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് രണ്ട് അയോൺസ് ആണ്, സോഡിയം പ്ലസും Cl മൈനസും, Na പ്ലസ് ആൻഡ് Cl മൈനസ്. അടുത്തൊരു എക്സാമ്പിൾ സ്ട്രോങ് ആണ് KCl. KCl K പ്ലസ് ആൻഡ് Cl മൈനസ്. ഇവിടെ കോൺസെൻട്രേഷൻ 0 അല്ലാത്ത അവസരത്തിൽ Na പ്ലസിന്റെയും Cl മൈനസിന്റെയും അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം K പ്ലസിനും Cl മൈനസിനും അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അഥവാ Cl മൈനസിന് Na പ്ലസിന്റെ മുകളിൽ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും, തിരിച്ച് Na പ്ലസിന് Cl മൈനസിന്റെ മുകളിൽ ഒരു സ്വാധീനം. അത് പരസ്പരം ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ KCl ന് K പ്ലസിന് Cl മൈനസിന്റെ മുകളിൽ ഉണ്ടായിരിക്കും, Cl മൈനസിന് K പ്ലസിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഇൻഫ്ലുവൻസ് Na പ്ലസിന്റെ ഇൻഫ്ലുവൻസ് Cl മൈനസിന്റെ മുകളിൽ ഉണ്ടാകുമ്പോൾ Cl മൈനസ് അയോണിന്റെ മൂവ്മെന്റിനെ Na പ്ലസ് സ്വാധീനിക്കും. അതുപോലെ Cl മൈനസിന്റെ ഫ്ലോയെ K പ്ലസും സ്വാധീനിക്കും. എന്നാൽ ഇതിലേക്ക് നമ്മൾ ഇൻഫിനിറ്റ് ഡയലൂഷനിലെ കോൺസെൻട്രേഷൻ വളരെ ചെറുതായി അഥവാ 0 എത്തിയാൽ അഥവാ ഇൻഫിനിറ്റ് ഡയലൂഷൻ എത്തിയാൽ ഈ Na പ്ലസിൽ നിന്ന് Cl മൈനസ് ഇൻഡിപെൻഡന്റ് ആവും. അതുപോലെ K പ്ലസിൽ നിന്ന് Cl മൈനസും ഇൻഡിപെൻഡന്റ്. അവിടെ ഇൻഫിനിറ്റ് ഡയലൂഷനിൽ ഈ കാറ്റയോണിന്റെ സ്വാധീനം ആനയോണിന്റെ മുകളിലും ആനയോണിന്റെ സ്വാധീനം കാറ്റയോണിന്റെ മുകളിലും നടക്കുന്നതല്ല. അത്തരം അവസരത്തിലാണ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ വിളിക്കുക. സോ ഒരു ഇൻഡിവിജ്വൽ അയോണിന്റെ കണ്ടക്ടിവിറ്റിയെ ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. സോ ഇറ്റ് ഈസ് λ0 Na പ്ലസ് എന്നാണ് വിളിക്കുക. സിമിലർലി ഇവിടെ λ0 Cl മൈനസ് എന്നാണ് വിളിക്കുക. So where λ0 Na plus is a limiting ionic conductivity of cation, λ0 Cl minus a limiting ionic conductivity of anion. ഇനി KCl ന്റെ കേസിൽ ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് K പ്ലസ്, ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Cl മൈനസ്. ഈ രണ്ട് കേസിലും ഇൻഫിനിറ്റ് ഡയലൂഷൻ എത്തിയാൽ അഥവാ കോൺസെൻട്രേഷൻ 0 ആയാൽ ഈ NaCl ന്റെ കൂടെയുള്ള Cl മൈനസിന്റെ λ0 Cl മൈനസ് ഈക്വൽ ടു K പ്ലസിന്റെ കൂടെയുള്ള Cl മൈനസ് λ0 Cl മൈനസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും, അഥവാ സെയിം വാല്യൂ ആയിരിക്കും. അവിടെ Na പ്ലസ് ആണോ K പ്ലസ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. Cl മൈനസിന് ഒരേ വാല്യൂ ആയിരിക്കും. NaCl ന്റെ കൂടെ ആണെങ്കിലും KCl ന്റെ കൂടെ ആണെങ്കിലും എപ്പോൾ എത്തണം? ഇൻഫിനിറ്റ് ഡയലൂഷനിൽ എത്തണം. അപ്പൊ ഇൻഫിനിറ്റ് ഡയലൂഷൻ എത്തിയാൽ ഓരോ അയോണും അയാളുടെ സ്വതന്ത്രരാണ്, മറ്റുള്ള ആളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വതന്ത്രരായിരിക്കും, അഥവാ മറ്റുള്ളവരുടെ സ്വാധീനം അയാളുടെ മുകളിൽ ഉണ്ടാവില്ല. ആ സമയത്ത് അവരുടെ എല്ലാവരുടെയും ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി സെയിം ആയിരിക്കും. ഇത് കുറിച്ച് പറയുന്നതാണ് കോൾറാഷ്യസ് ലോ. അപ്പൊ കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺ മീൻസ് എപ്പോഴാണ് ഈ ലോ അപ്ലൈ ചെയ്യേണ്ടത്? ഇൻഫിനിറ്റ് ഡയലൂഷൻ അഥവാ കോൺസെൻട്രേഷൻ റീച്ചസ് 0 ആവും, ഡയലൂഷൻ മാക്സിമം ആവണം. ആ സമയത്ത് അവിടുത്തെ അയോണുകൾ പരസ്പരം യാതൊരു തരത്തിലുള്ള അട്രാക്ഷൻ ഉണ്ടാവില്ല, എല്ലാവരും ഒന്നിനൊന്ന് സ്വതന്ത്രരായിരിക്കും. അപ്പോഴുള്ള അയോണിക് കണ്ടക്ടിവിറ്റി ഏത് ആളെ കൂടെയാണെങ്കിലും സെയിം വാല്യൂ ആയിരിക്കും. അപ്പൊ NaCl ന്റെ കൂടെയുള്ള Cl ന്റെ അതേ വാല്യൂ ആയിരിക്കും KCl ന്റെ കൂടെയുള്ള Cl നും ഉണ്ടായിരിക്കും. അത് എപ്പോഴും ഇൻഫിനിറ്റ് ഡയലൂഷനിൽ. എന്നാൽ ഇൻഫിനിറ്റ് ഡയലൂഷൻ അല്ലെങ്കിൽ NaCl ന്റെ കൂടെയുള്ള Cl ന്റെ വാല്യൂ ആയിരിക്കില്ല KCl ന്റെ കൂടെയുള്ള Cl ന്. അപ്പൊ കോൺസെൻട്രേഷൻ 0 അല്ലെങ്കിൽ അഥവാ ഇൻഫിനിറ്റ് ഡയലൂഷൻ അല്ലെങ്കിൽ Cl മൈനസ് ഈ Cl മൈനസ് വാല്യൂ ഈ Cl ന്റെ വാല്യൂ തുല്യമാവില്ല, വ്യത്യാസമായിരിക്കും. എന്നാൽ ഇൻഫിനിറ്റ് ഡയലൂഷൻ ആയാലോ ഈ Cl മൈനസിന് അതേ വാല്യൂ ആയിരിക്കും ഈ Cl മൈനസ്. എന്തുകൊണ്ട് മനസ്സിലായി? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തുകൊണ്ട് സംഭവിച്ചു? ഈ Cl മൈനസ് ഈ Cl മൈനസും ഈ കാറ്റയോണിൽ നിന്ന് സ്വതന്ത്രരായി, അഥവാ ഇൻഫിനിറ്റ് ഡയലൂഷനിൽ അവർ ഫ്രീ ആയി മാറി. ആ ലോയെ കുറിച്ച് അവരെ ഒപ്പമുള്ള കണ്ടീഷനെ കുറിച്ച് പറയുന്നതാണ് കോൾറാഷ്യസ് ലോ. സോ എന്താ കോൾറാഷ്യസ് ലോ പറയുന്നത്? കോൾറാഷ്യസ് ലോ സ്റ്റേറ്റ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്
at infinite dilution. Molar conductivity of an electrolyte at infinite dilution is the sum of the limiting ionic conductivities of cations and anions, which are multiplied by number of ions present in one formula unit. And the law this law state that the molar conductivity of an electrolyte at infinite dilution, in a single word, limiting molar conductivity of an electrolyte is the sum of the limiting ionic conductivities of cations and anions, which are multiplied by number of ions present in one formula unit. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ നോക്ക്. സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഇൻഫിനിറ്റ് ഡയലൂഷൻ എത്തി. അപ്പൊ നമുക്ക് പറയുന്നു ലാംഡ 0 സോഡിയം ക്ലോറൈഡ് അഥവാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയോൺ. സോ സ്മോൾ ലാംഡ 0 Na plus ലാംഡ 0 Cl minus. So YG the limiting molar conductivity of an electrolyte is the sum of the limiting ionic conductivities of cations and anions, which are multiplied by number of ions present in one formula unit. ഇവിടെ number of ions 1 Na plus 1 Cl minus അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, 1 ആയതുകൊണ്ട്. അടുത്ത എക്സാമ്പിൾ നോക്കാം. AlCl3 നോക്കൂ. AlCl3 കേസിൽ സോ AlCl ഡിസോസിയേറ്റ് ചെയ്താൽ Al3 plus 3Cl minus അല്ലേ. സോ നമ്പർ ഓഫ് അയോൺസ് 1 നമ്പർ ഓഫ് അയോൺസ് 3 അല്ലേ. എങ്കിൽ കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ 0 AlCl3 is equal to limiting ionic conductivity lambda 0 Al3 plus 3 into lambda 0 Cl minus. So Cornelius law state that the limiting molar conductivity of an electrolyte or molar conductivity of an electrolyte at infinite dilution is the sum of the limiting ionic conductivities of cations and limiting ionic conductivity of anion, which are multiplied by the number of ions present in one formula unit. അപ്പോൾ കോൾറഷ്യസ് ലോ പറയുന്നത് ഇൻഫിനിറ്റ് ഡയലൂഷനിൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ ഇൻഡിവിജ്വൽ അയോൺസിന്റെയും അയോണിക് കണ്ടക്ടിവിറ്റിയുടെ സമ്മായിരിക്കും, കൂടെ ആ അയോൺസിന്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ പേരാണ് കോൾറഷ്യസ് ലോ. കോൾറഷ്യസ് ലോ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ചെയ്യാനുണ്ട്. അതിലേക്ക് കിടക്കുന്ന മുമ്പ് ജനറൽ ആയിട്ട് ഫോം ചെയ്താൽ, സോ ജനറൽ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ AXBY എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, AXBY എന്ന് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ XA raised to Y plus Y B raised to X minus. എങ്കിൽ ആ ലാംഡ 0 എന്ന് ലാംഡ 0 AXBY is equal to X into lambda 0 AY plus Y into lambda 0 Bx minus. So in general lambda 0 AXBY is equal to X is the number of ions in one formula unit, X into lambda 0 AY plus Y into lambda 0 Bx minus. അപ്പോൾ കൊളസ്ട്രോൾ വ്യക്തമായി ഇപ്പോൾ ഈ കൊളസ്ട്രോൾ പറയാൻ പാടുള്ളൂ സീറോ കോൺസെൻട്രേഷൻ അഥവാ ഇൻഫിനിറ്റ് ഡയലൂഷനിൽ. സോ ഇൻഫിനിറ്റ് ഡയലൂഷനിൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി കാണാൻ വളരെ എളുപ്പമാണ്. അവിടുത്തെ അയോൺസിന്റെ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്താൽ മതി, കൂടെ നമ്പർ ഓഫ് അയോൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇൻഫിനിറ്റ് ഡയലൂഷനിൽ ഏത് ഇലക്ട്രോലൈറ്റിന്റെയും മൊളാർ കണ്ടക്ടിവിറ്റി ഇസ് ദ സം ഓഫ് ദ ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്, വിച്ച് ആർ മൾട്ടിപ്ലൈഡ് ബൈ ദി നമ്പർ ഓഫ് അയോൺസ് പ്രസന്റ് ഇൻ വൺ ഫോർമുല യൂണിറ്റ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ഓക്കെ, കോൾറഷ്യസ് ലോ എന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ചെയ്തു നോക്കാം. കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ 0m for CaCl2 കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് MgSO4 മെഗ്നീഷ്യം സൾഫേറ്റ്. ഇത് രണ്ട് ഇലക്ട്രോലൈറ്റ് ആണ്. രണ്ട് ഇലക്ട്രോലൈറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇവരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. താഴെ ഡേറ്റ് തന്നിരിക്കും. ഗിവൺ ദാറ്റ് ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാൽഷ്യം 2+ 119 Siemens cm² mole inverse. Limiting ionic conductivity of Cl minus 76.3. Limiting ionic conductivity of magnesium 2+ 106. Limiting ionic conductivity of sulfate SO4 2- is 160. തന്നിട്ടുണ്ട്. വളരെ ഈസിയാണ്. ഈ അയോണുകളുടെ അയോണിക് കണ്ടക്ടിവിറ്റി സമ്മെടുത്താൽ മതി കോൾറഷ്യസ് ലോ. സോ കോൾറഷ്യസ് ലോ അനുസരിച്ച് ലാംഡ 0 CaCl2 ലാംഡ 0 CaCl2 is equal to limiting ionic conductivity of Ca2++ 2 into limiting ionic conductivity of Cl minus. അവിടെ രണ്ട് അയോണാണ്, സോ 2 into limiting ionic conductivity of Cl minus. So what is the value of limiting ionic conductivity of calcium 2+ 119 plus
2 into 76.3 limiting ionic conductivity of Cl minus. So 119 plus 2 into 76.3 is equal to 152.6. So 152.6 plus 119 is equal to 271.6 Siemens centimeter square molecular. So this is the limiting molar conductivity of CaCl2. Similarly, നമുക്ക് ആദ്യം കാണാം മെഗ്നീഷ്യം സൾഫേറ്റ് കാണാം. So lambda 0 MgSO4 is equal to lambda 0 Mg2 plus lambda 0 SO4 2 minus അല്ലേ? കാരണം MgSO4 ലെ Mg2 plus ഒരു അയോണും SO4 2 minus ഒരു അയോണാണ്. ചില കുട്ടികൾ 4 എടുക്കാറുണ്ട്, 4 ഇല്ല. SO4 is a single polyatomic ion ആണ്. So SO4 2 minus. So simply lambda 0 MgSO4 is equal to limit sum of the limiting ionic conductivity of cations and anions. Simply adding 106 plus 160 is equal to 6 and 2. So the answer is 266 Siemens centimeter square molecules. So വളരെ ഈസിയാണ് Color's law. So Color's law state that the limiting molar conductivity of an electrolyte is the sum of the limiting ionic conductivity of cations and anions. Question paper le cations and anions limiting ionic conductivity തരും. അത് തന്നാൽ ജസ്റ്റ് അവിടെ molar conductivity കണ്ടുപിടിക്കാൻ ions നമ്മൾ ആഡ് ചെയ്യുക, വാല്യൂ നമ്മൾ ആഡ് ചെയ്താൽ മതി. അവിടെയുള്ള പ്രത്യേകത നമ്പർ ഓഫ് ions കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് Color's law എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. എളുപ്പമല്ലേ? ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ Color's lawന്റെ ആപ്ലിക്കേഷനിലേക്കാണ്. സോ ആപ്ലിക്കേഷൻസ് ഓഫ് Color's law. ഓക്കെ, അടുത്തതായിട്ട് Color's lawന്റെ 3 ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. നമുക്കറിയാം വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ലാംഡ 0 വാല്യൂ ഒബ്സർവ് ചെയ്യില്ല. നേരത്തെ പഠിച്ച ഗ്രാഫിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് കേസിൽ ലാംഡ 0 വാല്യൂ നേരെ കുത്തനെ കയറി പോവാണ്. അപ്പോൾ അവിടെ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഹാവിംഗ് നോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ബിക്കോസ് ദേ ആർ പാർഷ്യലി അയനൈസ്ഡ് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 കാണാൻ സഹായിക്കുകയാണ് Color's law. എങ്ങനെ സഹായിക്കും? അവിടെ വീക്ക് ഇലക്ട്രോലൈറ്റ് ഏതാണോ ആ ഇലക്ട്രോലൈറ്റിന്റെ അയോണുകൾ പ്രസന്റ് ആയ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ എടുക്കണം. അഥവാ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 കാണണമെങ്കിൽ അവിടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുടെ സഹായത്താലാണ് കാണുക. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റീസിന്റെ വാല്യൂ അറിയാമെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 കാണാം. ഒരു എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. സോ നമുക്ക് കാണേണ്ടത് ലാംഡ 0 ഫോർ അസറ്റിക് ആസിഡ് CH3COH ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. സോ ഈ ലാംഡ 0 ഫോർ അസറ്റിക് ആസിഡ് എടുക്കുമ്പോൾ CH3COH ലാംഡ 0 CH3CO മൈനസ് പ്ലസ് ലാംഡ 0 H പ്ലസ്. ഇതാണ് 2 ലിമിറ്റിംഗ് അയോണുകൾ. ഇവിടുത്തെ CH3CO മൈനസും H പ്ലസും. ഈ 2 അയോണുകൾ ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി സം ചെയ്താൽ CH3COH കിട്ടും. ഇത് കിട്ടാൻ വേണ്ടി 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ എടുക്കാം. ആ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആരൊക്കെ അറിയോ? ഒന്ന് CH3COONH സോഡിയം അസറ്റേറ്റ്, 2 HCl, 3 NaCl. ഈ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെ ഇങ്ങനെ എഴുതുമ്പോൾ ലാംഡ 0 CH3COONA is equal to ലാംഡ 0 CH3CO minus plus ലാംഡ 0 ENA plus equation number 1. Then lambda 0 HCl is equal to lambda 0 H plus plus lambda 0 Cl minus equation number 2. 3 lambda 0 NaCl അഥവാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി NaCl is equal to ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Na plus plus ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Cl minus equation number 3. സോ ഈ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെ കംപ്ലീറ്റ്ലി അയോണൈസബിൾ ആണ്. അവർക്ക് ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഉണ്ട്. സോ ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി അസറ്റേറ്റ് അയോൺ, ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Na plus അയോൺ, ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് H plus അയോൺ, ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി Cl minus അയോൺ, ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Na plus അയോൺ, ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Cl minus അയോൺ. നമുക്ക് വേണ്ട ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് CH3CO minus ആൻഡ് ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് H plus. ഈ 2 അയോൺ ബാക്കിയായാൽ മതി, ബാക്കിയെല്ലാം ക്യാൻസൽ ആവും. അതിനുവേണ്ടി ഈ 3 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. ചെയ്തു നോക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ ലാംഡ 0 CH3CONA ഈ ആയും നോക്കാം. ലാംഡ 0 CH3COO മൈനസ് പ്ലസ് ലാംഡ 0 Na പ്ലസ് പ്ലസ്
ലാംഡ 0 H പ്ലസ് പ്ലസ് ലാംഡ 0 Cl മൈനസ് മൈനസ് ലാംഡ 0 Na പ്ലസ് പ്ലസ് ലാംഡ 0 Cl മൈനസ്. ഇവിടെ മൈനസ് Na പ്ലസും പ്ലസ് Na പ്ലസും ക്യാൻസൽ ചെയ്യുന്നു. ആൻഡ് പ്ലസ് Cl മൈനസും മൈനസ് Cl മൈനസും ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ലാംഡ 0 CH3CO മൈനസ് ലാംഡ 0 H പ്ലസ് മാത്രം ബാക്കിയാവുന്നു. അപ്പൊ ലാംഡ 0 CH3COOH കിട്ടാൻ വേണ്ടി ലാംഡ 0 CH3COO Na പ്ലസ് ലാംഡ 0 HCl മൈനസ് ലാംഡ 0 NaCl ഈ ഇക്വേഷൻ എടുത്താൽ പോരെ. അപ്പൊ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് ആയി മോളാർ കണ്ടക്ട് കണ്ടുപിടിക്കാം. അവിടെ സംഭവിക്കുന്ന കാര്യം 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെ കോളോഷ്യസിൽ അപ്ലൈ ചെയ്തിരുന്നു. എന്നിട്ട് ഏതെങ്കിലും 2 എണ്ണം ആഡ് ചെയ്ത് 3 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അവിടെ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. ഏതാണോ വീക്ക് ഇലക്ട്രോലൈറ്റിലെ അയോണുകൾ ഉള്ളത് ആ അയോണുകൾ പ്രസന്റ് ആയ വീക്ക് ഇലക്ട്രോലൈറ്റിലെ അയോണുകൾ പ്രസന്റ് ആയ 2 ആളുകളെ തമ്മിൽ ആഡ് ചെയ്യുകയും അത് ഇടാത്ത ആളെ മൈനസ് ചെയ്യുകയും ചെയ്യാം. സോ CH3CO Naയിൽ CH3CO മൈനസ് ഉണ്ട്, HCl H പ്ലസ് ഉണ്ട്. അതുകൊണ്ട് ഇവ തമ്മിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുത്തെ NAയും CLഉം വേണ്ടാത്തവരാണ്, അവരെ ഒഴിവാക്കാൻ വേണ്ടി NaCl സബ്സ്ട്രാക്ട് ചെയ്യുന്നു. ഇവരുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഈ 3 പേരുടെ വാല്യൂസും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാൽ ആ 3 ആളിൽ നിന്ന് CH3COH കണ്ടുപിടിക്കാൻ CH3CONയും HClഉം തമ്മിൽ ആഡ് ചെയ്യുകയും 3ാമത് NaClന്റെ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഏതൊരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടി 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ നമ്മൾ പരിഗണിക്കണം. ഈ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെ നമ്മൾ പരിഗണിച്ചിട്ട് ആഡ് ചെയ്യുക, 2 എണ്ണം ഒരെണ്ണം സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഗ്രാജുവലി നമുക്ക് എന്ത് കിട്ടും? അവിടെ ലാംഡ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ, ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കോളോഷ്യസ് ലോ സഹായിക്കും. അവിടെ ഏതെങ്കിലും ഒരു വീക്ക് ഇലക്ട്രോണെ കണ്ടെത്താൻ വേണ്ടി സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ എടുത്തിട്ട് അവിടെ മാത്തമാറ്റിക്കലി അപ്ലൈ ചെയ്യാം. ഇത് ഉപയോഗിച്ചൊരു പ്രോബ്ലം ചെയ്യാം. അടുത്തായിട്ട് ആ പ്രോബ്ലം കൂടി ചെയ്യാം. ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് CH3COH given that limiting molar conductivity lambda 0m for CH3CONH strong electrolyte, sodium acetate, HCl strong electrolyte ആണ്, and NaCl are 91, 425.9 and 126.4 Siemens centimeter square mole inverse respectively. So 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ട്. അവരുടെ ലാംഡ 0m തന്നിട്ടുണ്ട്. യഥാക്രമം CH3CON 91, HCl 425.9 and NaCl 126.4. എങ്കിൽ ഈ 3 ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? CH3COHന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. CH3COH ഒരു വീക്കാണ്. ആ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടുപിടിക്കാൻ 3 സ്ട്രോങ്ങിൽ 2 എണ്ണം ആഡ് ചെയ്യുക, 1 സബ്സ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞു. ആഡ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കേണ്ട ആളുടെ ആയോ CH3COയും Hഉം പ്രസന്റ് ആയ സ്ട്രോങ് നമ്മൾ ആഡ് ചെയ്യുക, 3ാമൻ മൈനസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ മേക്ക് ചെയ്യാം. സോ ലാംഡ 0 CH3COOH is equal to lambda 0 CH3COO Na plus lambda 0 HCl minus lambda 0 NaCl. What is the value of lambda 0 CH3CO and 91? So 91 plus lambda 0 HCl value 425.9 minus lambda 0 NaCl value 126.4. അങ്ങനെ വരുമ്പോൾ the answer is 390.5 Siemens centimeter square mole inverse. ഏറ്റവും എളുപ്പമാണ് ഈ ചോദ്യം ചെയ്യാൻ. ക്ലോറഷ്യസ് ലോയുടെ 1ാമത്തെ ആപ്ലിക്കേഷനാണ് കാൽക്കുലേഷൻ ഓർ ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ യൂസിംഗ് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. 2ാമത്തെ ആപ്ലിക്കേഷനാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷം +1 ഇക്വിലിബ്രിയത്തിൽ പഠിച്ച ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആൽഫ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്. ആൽഫ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ions ionized divided by total number of moles taken. അപ്പോൾ എത്ര അയോണുകൾ അയോണൈസ് ചെയ്തു, എത്ര മോൾ അയോണുകൾ അയോണൈസ് ചെയ്തു, അതിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾ അയോണൈസ്ഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ കിട്ടുന്ന വാല്യൂ ആണ് ആൽഫ. ആൽഫന്റെ പരമാവധി വാല്യൂ 1 ആണ്. സോ ആൽഫ കാണാൻ കോഷസ് ലോ ഉപയോഗിച്ച് പറ്റും.
സോ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ സിഎം അറ്റ് എനി കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ മോളാർ കണ്ടക്ടിവിറ്റി of an electrolyte at infinite dilution. So alpha is equal to lambda Cm divided by lambda 0m, where lambda Cm is the molar conductivity at any concentration, lambda 0m is the molar conductivity at infinite dilution. അപ്പോൾ ഏതൊരു കോൺസെൻട്രേഷൻ ലാംഡ എമ്മിനെ ഇൻഫിനിറ്റ് ഡയലൂഷൻ ലാംഡ എം ഡിവൈഡ് ചെയ്താൽ ആൽഫ ആയിരിക്കും. ഇത് കോളേഷസ് ലോയുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ കാൽക്കുലേഷൻ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഇത് കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചാണ്. കാൽക്കുലേഷൻ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ. സോ നമുക്കറിയാം കെ കാണാൻ ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു കഴിഞ്ഞ നമ്മൾ പഠിച്ചാണ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ കാണാൻ ഇക്വേഷൻ സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. സോ സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ഉപയോഗിച്ച് നമുക്ക് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാണാം. വേറെ ആൽഫ ഇസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അത് കണ്ടുപിടിക്കാൻ മോഡ് പഠിച്ചു. സോ കോളേഷസ് ലോക്ക് 3 ആപ്ലിക്കേഷൻ ആണുള്ളത്. ഒന്ന് ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, രണ്ട് ഡിറ്റർമിനേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, മൂന്ന് കാൽക്കുലേഷൻ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇത് മൂന്നും കോളേഷസ് ലോന്റെ ആപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് അവസാനത്തെ 2 ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ചോദ്യം ഇതാണ്: the conductivity kappa of 0.001028 mole per liter acetic acid is 4.95 into 10 raised to minus 5 Siemens centimeter inverse. Calculate its dissociation constant K given that lambda 0m for acetic acid is 390.5 Siemens centimeter square mole inverse. നമുക്ക് കെ ആണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ ആണ് കാണേണ്ടത്. സോ നമുക്കറിയാം കെ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. ഇവിടെ സി അറിയാം, കോൺസെൻട്രേഷൻ 0.01028 മോളാർ ആണ്. ആൽഫ തന്നിട്ടില്ല, ആൽഫ കാണണം. ആൽഫ കാണണമെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ സിഎം ഡിവൈഡഡ് ബൈ ലാംഡ 0m. ലാംഡ 0m അറിയാം, ലാംഡ 0m ക്വസ്റ്റ്യനിലുണ്ട് 390.5 സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. പക്ഷേ ലാംഡ സിഎം അറിയില്ല. സോ ലാംഡ സിഎം സെപ്പറേറ്റ് കാണണം. ലാംഡ സിഎം മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി കാപ്പ ഇൻടു 1000 ഡിവൈഡഡ് ബൈ എം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. എങ്കിൽ കാപ്പയാണ് ഈ തന്നത്. കണ്ടക്ടിവിറ്റി കാപ്പ ഓഫ് 0.01028 മോളാർ അസറ്റിക് ആസിഡ് ഈസ് 4.95 10 raised to minus 5. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4.95 into 10 raised to minus 5 into 1000 divided by concentration means molarity. Value substitute ചെയ്യാം. 0.001028. അപ്പോൾ ലാംഡ സിഎം കിട്ടും. സോ ലാംഡ സിഎം ഈസ് ഈക്വൽ ടു 48.5 Siemens centimeter square mole inverse. എങ്കിൽ ലാംഡ സിഎം കിട്ടിയാൽ നമുക്ക് ആൽഫ കാണാം. കാരണം ആൽഫ ഇസ് ലാംഡ സിഎം ഡിവൈഡ് ലാംഡ 0m ആണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ സിഎം 48.5 ഡിവൈഡഡ് ബൈ 390.5 is equal to 0.123. സോ ആൽഫന്റെ വാല്യൂ 0.123. ഇനി ആൽഫ കിട്ടിയാൽ നമുക്ക് കെ കാണാം. സോ കെ ഈസ് ഈക്വൽ ടു 0.001028 കോൺസെൻട്രേഷൻ ഇൻറ്റു 0.123 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.123. K is equal to 1.78 into 10 raised to minus 5 mole per liter. So K ന്റെ value 1.78 and raised to minus 5 mole per liter. Calculate this part. അപ്പോൾ ഈ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ K ന്റെ വാല്യൂ കിട്ടും. ഇതാണ് കോളേഷസ് ലോ എന്ന് ചോദിക്കാവുന്ന അടുത്തൊരു ചോദ്യം. അപ്പോൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ ആദ്യം K ന്റെ ഇക്വേഷൻ എഴുതി. K is ആൽഫ ഇല്ല, ആൽഫ കാണാൻ ലാംഡ സിഎം ബൈ ലാംഡ 0m വേണം. ലാംഡ 0m ക്വസ്റ്റ്യനിൽ നിന്ന് ലാംഡ സിഎം ഇല്ല. ലാംഡ സിഎം കണ്ടുപിടിച്ചു. ലാംഡ സിഎം കാണാൻ 40 1000 ഡിവൈഡ് ബൈ മൊളാരിറ്റീസ് കോൺസെൻട്രേഷൻ കൊടുത്തു. സോ ലാംഡ സിഎം കിട്ടി. ലാംഡ സിഎം ആൽഫ കണ്ടു, ആൽഫയിൽ നമ്മൾ K കണ്ടു. സോ ഇതോടുകൂടി കോളേഷസ് ലോ കഴിഞ്ഞു. സോ കോളേഷസ് ലോ സ്റ്റേറ്റ് ദാറ്റ് the limiting molar conductivity of an electrolyte is the sum of the limiting ionic conductivities of cations and anions which are multiplied by the number of ions present in one formula unit. അതിന്റെ മൂന്ന് ആപ്ലിക്കേഷൻ: ഒന്ന് ഡിറ്റർമിനേഷൻ ഓഫ്
limiting molar conductivity of weak electrolyte, and determination of degree of dissociation alpha of weak electrolyte, 3 calculation of dissociation constant K of weak electrolyte. ഏതായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്, ഇലക്ട്രോളിസിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.